നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി.വി. അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥി. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സമർപ്പിച്ച പത്രിക തള്ളി. ഇതോടെ അൻവർ ഇനി സ്വതന്ത്രനായി മത്സരിക്കും. പുനഃപരിശോധന വേണമെന്ന് അൻവർ പ്രതികരിച്ചു. ദേശീയ പാർട്ടി എന്ന നിലയ്ക്ക് ടി.എം.സിയുടെ സ്ഥാനാർത്ഥിയായി അൻവറിന് മത്സരിക്കാൻ കഴിയില്ല എന്ന് വേണം കണക്കാക്കാൻ. അൻവർ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിൽ 10 പേരുടെ ഒപ്പില്ല എന്ന കാരണത്താലാണ് പത്രിക തള്ളിയത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. UDF LDF പോരിവിടെ നിലനിൽക്കുന്നുണ്ടെന്നും തന്റെ പത്രിക തള്ളാനുള്ള സാധ്യതയുണ്ടെന്നും അൻവർ പറഞ്ഞിരുന്നു. പത്രിക പരിശോധിക്കാനായി പെരിന്തൽമണ്ണ RDOയുടെ ഓഫീസിൽ അദ്ദേഹം എത്തി. ടി.എം.സിക്ക് ദേശീയ പാർട്ടി സ്ഥാനം നഷ്ടമായ സാഹചര്യത്തിൽ 10 പേരുടെ ഒപ്പുകൂടി വേണമെന്നായിരുന്നു കണ്ടെത്തൽ. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കാൻ ഇന്നലെയാണ് അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടെ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി രൂപീകരിച്ചതായും അൻവർ പറഞ്ഞു. മന്ത്രി മുഹമ്മദ് റിയാസ് പണപ്പിരിവ് നടത്തിയതിന് തെളിവുണ്ടെന്നും പുറത്തുവിടുമെന്നും അൻവർ വെല്ലുവിളിച്ചിരുന്നു. നിലമ്പൂരിലെ വിവിധ സംഘടനകളെ ഉൾപ്പെടുത്തിയാണ് പുതിയ മുന്നണിയെന്ന് പറഞ്ഞ അൻവർ തൃണമൂൽ ചിഹ്നത്തിൽ മത്സരിക്കാനായില്ലെങ്കിൽ സ്വതന്ത്ര ചിഹ്നം തേടുമെന്നും വ്യക്തമാക്കിയിരുന്നു. VD സതീഷിനെയും മന്ത്രി മുഹമ്മദ് റിയാസിനെയും ഇന്നലെയും അൻവർ കടന്നാക്രമിച്ചു. ഒരു കർഷകനും ഓട്ടോറിക്ഷ തൊഴിലാളിയും റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയുമായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അൻവറിനൊപ്പം ഉണ്ടായിരുന്നത്. പ്രകടനമായി നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തിയാണ് അൻവർ പത്രിക സമർപ്പിച്ചത്. LDF സ്ഥാനാർത്ഥി M സ്വരാജും ഇന്നലെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഉപവരണാധികാരിയായ നിലമ്പൂർ തഹസിൽദാർ MB സിന്ധു മുമ്പാകെയാണ് സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ MP, PK സൈനബ, മന്ത്രി V അബ്ദുറഹ്മാൻ എന്നിവർക്കൊപ്പം എത്തിയാണ് പത്രിക നൽകിയത്. LDF പ്രവർത്തകരുടെ പ്രകടനമായി എത്തിയായിരുന്നു പത്രികാ സമർപ്പണം. കഴിഞ്ഞ ദിവസം UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. അതേസമയം ആം ആദ്മി പാർട്ടിയും PV അൻവറിനെ പിന്തുണയ്ക്കും. ചിഹ്നം ലഭിച്ചില്ലെങ്കിൽ മാത്രം സ്വതന്ത്രരായി മത്സരിക്കുമെന്ന് അൻവർ വ്യക്തമാക്കിയിരുന്നു. ഇതിനാണ് ഇപ്പോൾ കൂടുതൽ സാധ്യത. ചന്തക്കുന്നിൽ നിന്ന് റോഡ് ഷോ ആയാണ് അൻവർ നാമനിർദ്ദേശ പത്രിക നൽകാനെത്തിയത്. ആം ആദ്മി പാർട്ടി പ്രവർത്തകരടക്കം റോഡ് ഷോയിൽ പങ്കെടുത്തിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പത്രിക സമർപ്പിച്ച PV അൻവറിന്റെ ആകെ സ്വത്ത് മൂല്യം 52 കോടി രൂപയാണ്. അൻവറിനെതിരെ 10 കേസുകളുമുണ്ട്. അൻവറിന്റെ ആകെ സ്വത്ത് മൂല്യം 52.21 കോടി രൂപയും ബാധ്യത 20.60 കോടി രൂപയുമാണ്. പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കൈവശമുള്ളത് 25,000 രൂപയും നിക്ഷേപവും മറ്റുമായി ആകെ 18.14 കോടി രൂപയുമുണ്ട്. ഭൂമിയും വാണിജ്യ ആവശ്യത്തിനുള്ള കെട്ടിടങ്ങളും ഉൾപ്പെടെയുള്ളവയുടെ മൂല്യം 34.07 കോടിയാണ്. ഒരു ഭാര്യയുടെ പേരിലാകെ 8.78 കോടി രൂപ മൂല്യമുള്ള സ്വത്തും രണ്ടാമത്തെ ഭാര്യയുടെ പേരിൽ 3.50 കോടി രൂപ മൂല്യമുള്ള സ്വത്തുമുണ്ട്. ജീവിത പങ്കാളികളുടെ തൊഴിലെന്ത് എന്ന ചോദ്യത്തിന് സ്വസ്ഥം ഗൃഹഭരണമെന്നാണ് അൻവറിന്റെ ഉത്തരം. സ്വന്തം തൊഴിൽ വ്യവസായ സംരംഭമെന്നും വരുമാന സ്രോതസ് കച്ചവടമെന്നുമാണ് മറുപടി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.